ഹലോ, അസ്സലാമു അലൈക്കും. നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് 5 ലക്ഷം രൂപക്കൊരു വീടാണ്. പല ആളുകളും ചോദിക്കും 10 ലക്ഷം താഴേക്ക് വീടുണ്ടോ? അങ്ങനെ ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ വാട്സപ്പിൽ വന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഈ പെട്ടെന്ന് അങ്ങനെ കിട്ടൂല. അല്ലെങ്കിൽ കിട്ടിയാലും എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവില്ല. എന്നാൽ ഇവിടെ ഈ പരിചയപ്പെടുത്തുന്ന വീട് 5 ലക്ഷം. ആ 5 ലക്ഷത്തിന് അത് തികച്ചും സൗകര്യമുള്ള വീടാണ്. അപ്പൊ ഇത് വീടിന്റെ ഏറ്റവും ന്യൂനത അങ്ങോട്ട് 3 അടി വയ്യുള്ളൂ. ഒരു 2 മിനിറ്റ് നടക്കണം. ഓട്ടോറിക്ഷ ഇറങ്ങിയാൽ ബസ് ഇറങ്ങിയാൽ ഒരു 2 മിനിറ്റ് നടക്കാമെന്നേ ഉള്ളൂ. ഈ സ്കൂട്ടറും പോവില്ല, സൈക്കിളും പോവില്ല. അപ്പൊ ഇനി ഭാവിക്ക് നിങ്ങൾ നന്നാക്കിയൊക്കെ എടുക്കാച്ചിപ്പോ സ്കൂട്ടർ പോകാൻ സാധ്യത ഉണ്ടാവും. പക്ഷെ അവിടെ ഒരു വേരുകളൊക്കെ ഉണ്ട്. പിന്നെ സഹകരിച്ചൊക്കെ എടുക്കേണ്ടി വരും. അങ്ങനെ സംഭവം. 5 ലക്ഷം രൂപയാണ്. ഇപ്പൊ നിങ്ങളൊരു വീട് എടുത്ത് തൽക്കാലം താമസം മാറ്റി വേറൊരു സ്ഥലത്ത് 5-10 സെന്റ് സ്ഥലം വാങ്ങിക്കാൻ അവിടെ വീട് വെച്ച് അങ്ങോട്ട് മാറുമ്പോഴും ഈ വീട് വിറ്റാല് അതിനേക്കാൾ മേലെ കിട്ടില്ല, കീപ്പൂട്ട് കിട്ടാൻ സാധ്യത കമ്മിയാണ്. നഷ്ടം ഉണ്ടാവില്ല തോന്നെ. ഒരു 10 ലക്ഷം വീട് കിട്ടാല് കൊടുക്കുമ്പോൾ 8 ലക്ഷം 7 ലക്ഷം കിട്ടും. ഇത് അതും ഉണ്ടാവില്ല. പെട്ടെന്ന് താമസം മാറ്റാം. അപ്പൊ ഈ വീട് ഞാൻ ഫുള്ള് ഡീറ്റെയിൽസ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് തൊട്ടേനെ, അതായത് ആ നടന്ന് പോകുന്ന വഴി തൊട്ടിനായിട്ടാണ്. അപ്പൊ ഈ വീട്ടില് നിങ്ങൾ നോക്കാം പൂർണ്ണമായും. ഓക്കെ, ഹലോ. അപ്പൊ ഈ വീട് നിൽക്കുന്നത് മലപ്പുറം ജില്ലയില് മഞ്ചേരി ഭാഗത്ത് നിന്ന്. മഞ്ചേരി ഇറങ്ങിയാല് അവിടുന്ന് 10-12 കിലോമീറ്റർ പന്തല്ലൂർ കടമ്പോട്, അവിടെ നിന്ന് 1 കിലോമീറ്റർ തെക്കുംപാട് ആ ഭാഗത്താണ് ഈ വീട് നിൽക്കുന്നത്. നമുക്ക് ഈ വീട് നടന്നു പോകാം. ഡയറക്റ്റ് കൂട്ടുന്ന ആ വീഡിയോ കാണിക്കാണ്. അപ്പൊ വഴി നിങ്ങൾക്ക് ശരിക്കും പൂർണ്ണമായി ബോധ്യമാകും. ഞാൻ ഈ വീട് 2-3 പേർക്ക് കാണിച്ചു കൊടുത്തു. അവസാനം അവര് പറയാൻ അങ്ങോട്ട് ബൈക്ക് പോകൂല, സ്കൂട്ടർ പോകൂല. ആദ്യം അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ നമ്മള് പിന്നെ പോയി ടൈം വേസ്റ്റ് ആയിക്കാണ്ട് പിന്നെ അവര് കാരണം പെട്ടത് മാത്രമാണ്. അപ്പൊ അതുകൊണ്ടാണ് വഴി പൂർണ്ണമായും കാണിക്കുന്നത്. വഴി ഒരു സൈക്കിൾ വരെ ഇപ്പൊ പോകാൻ സാധ്യത കമ്മിയാട്ടോ. അതില് മഴ പെയ്ത് വരി ഒളിച്ചിങ്ങാണ്ട് വെള്ളം പോയതാകും. ഇവിടെ പിലാവിന്റെ പേരുണ്ട്. ഇങ്ങനെ വഴിന്റെ കിടപ്പ് 3 അടി വഴിയാട്ടോ. ഈ വഴി ഇങ്ങനെ പോയാല് മറ്റൊരു റൂട്ടിലേക്ക് ചേരുന്നുണ്ട്. അപ്പൊ അംഗീകൃത വഴിയാട്ടോ. കണ്ട അതിന്റെ ഇതാണ് ഇങ്ങേ ഭാഗത്ത് മുള്ളമ്പി, ഇങ്ങേ ഭാഗത്ത് അതിരുണ്ട്. അപ്പൊ അതിനിടയിലാണ് ഈ വഴി. അപ്പൊ 3 അടി വഴി നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകും. അതിന് തടസ്സം ഉണ്ടാകൂല. അപ്പൊ നടന്നു പോകുമ്പോ നിങ്ങൾ ഈ സമയം നോക്കിയാൽ മതി, എത്ര മിനിറ്റ് നടക്കാണ്ട്. സാവകാശം നടക്കാട്ടോ. ഇത് ഒരു വെള്ള സപ്ലൈ ടാങ്ക് ആണ്, SYSന്റെ. ഇതാണ് അവർക്കുള്ള വെള്ളം. കുടിവെള്ളമാണ്, സാധാ കുടിവെള്ളം കിട്ടും. എന്നും ഒരു രാവിലെ ഒരു 10 മണി വരെ വെള്ളം ഉണ്ടാവും. അപ്പോ നമ്മൾ ടാങ്ക് എടുത്ത് വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാം, കുടിക്കാൻ പറ്റും വെള്ളം കേട്ടോ. കുടിവെള്ളമാണ്. അപ്പൊ അതുകൊണ്ട് ലൈൻ വെള്ളത്തിന്റെ മാതിരിയല്ല. പിന്നെ കിണറിന്റെ ആവശ്യം ഉണ്ടാവൂല. കാരണം കിണർ അവിടെ കുത്തിയില്ല, അതിന്റെ ആവശ്യമില്ല അവിടെ വീട്ടിലൊക്കെ. കുത്തിയാൽ കാണും, ഇല്ല എന്ന് അറിയട്ടോ. ഇപ്പൊ കാണൂല ഒന്നും പറയാൻ പറ്റില്ല. അവർക്ക് കിണറിന്റെ ആവശ്യമില്ല, വെള്ളമുണ്ട്. ആ കാണുന്നതാ വീട്. ഇവിടെ വഴിയൊക്കെ നന്നാക്കാണ്ടാവും, കാടാണ്. വേണമെങ്കിൽ നന്നാക്കാം, വാങ്ങാണെങ്കിൽ. ഇതാണ് വീട്. വീടിന്റെ ചുറ്റി നമുക്ക് നോക്കട്ടോ. ഇത് പടിഞ്ഞാറിയ ഭാഗം കേട്ടോ. നമ്മൾ വരുന്ന വഴി ഞാൻ കാണുന്നുണ്ടോ. ആ വീടിന്റെ തൊട്ടടുത്ത് വീടുണ്ട് കേട്ടോ. ഇത് ഈ തൊട്ടടുത്ത് വീടുകളൊക്കെ ഉണ്ട്. ഈ ഭാഗം പടിഞ്ഞാറിയ ഭാഗം കേട്ടോ. നമ്മൾ വന്ന് നോക്കുന്നത് നേരെ മുമ്പൊക്കെയാണ് ആ വഴി വരുന്നത്. വീടിന്റെ ഷേപ്പ് നോക്കിക്കോളി. നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ 2-3 പ്രാവശ്യത്തിൽ കാണട്ടോ ഈ വീഡിയോ. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വരിക. അപ്പോൾ എന്നെ വിളിച്ചാൽ നമുക്ക് വന്ന് കണ്ട് നിങ്ങൾക്ക് കച്ചവടം എടുക്കാം. അതായത് വീട് നമ്മളിങ്ങനെ
ഓരോ ആളുകളെയും വന്ന് കാണിക്കുമ്പോൾ അവർക്ക് പ്രതീക്ഷ ഉണ്ടാവും ഇത് വിറ്റ് പോകും എന്നിട്ട് പിന്നെ വിളിച്ച് പറയും. അവർ വിളിക്കുമ്പോൾ പറയും അവർക്ക് പറ്റൂല എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതാണ് നിങ്ങൾ കണ്ട് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വന്നാൽ മതി. അല്ലാതെ വെറുതെ നോക്കാം വന്നിട്ട് കാര്യമില്ലല്ലോ. ആ വീട്ടുകാർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും. കാരണം അവര് പുതിയ വീട് കയറ്റിയിട്ടുണ്ട്. ആ പുതിയ വീട് കയറ്റിയിട്ട് അതിന്റെ അടിപ്പണി കഴിഞ്ഞിട്ടില്ല. ബാക്കി എല്ലാ പണിയും കഴിഞ്ഞു. അപ്പൊ അടിപ്പണി ടൈൽസിന്റെ പണി കഴിയണമെങ്കിൽ ഈ വീട് വിറ്റിട്ട് വേണം. ഈ വീട് വിൽക്കാൻ കാരണം മെയിന് റോഡില്ല. അതന്നെ കാരണം. വഴി റോഡില്ല എന്ന കാരണം കൊണ്ട് ആ വീട് വിൽക്കുന്നത്. അപ്പൊ അവർക്ക് അത് വിറ്റിട്ട് വേണം അവിടെ ടൈൽസിന്റെ പണി എടുക്കാം. അപ്പൊ അവർക്ക് പ്രതീക്ഷകൾ ഉണ്ടാവും. ഇതതിന്റെ കിച്ചന്റെ ഭാഗം കേട്ടോ, ആ വീടിന്റെ. അപ്പൊ അതാണ് പറഞ്ഞത്, നിങ്ങൾ വന്ന് കണ്ട് പറ്റിയിട്ട് വന്നത്. ഞങ്ങള് ഈ ബ്രോക്കർമാരെ ഒരു വീട് 4-5 ആളുകൾ വന്ന് ഇങ്ങനെ കാണിക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ചില വീടൊക്കെ നമ്മൾ ഒരു ടീമിനെ 2-3 പ്രാവശ്യം വന്ന് കാണും. പിന്നെ അവസാനം വീട്ടിൽ ആരെങ്കിലും ഒന്ന് വന്നിക്കാണ്ട് പറയും അത് മുടങ്ങും. പിന്നെ കല്യാണ ആലോചന മതിയാ. അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴാണ് പറഞ്ഞത്. ഈ വീഡിയോ ഇട്ട് ഞാൻ പറഞ്ഞത്. ഞാൻ അപ്പുറത്തും വീഡിയോ ഇട്ടിട്ടില്ല. അപ്പൊ വീഡിയോ ഇടാച്ചെങ്കിൽ മൊത്തം നിങ്ങൾ പൂർണ്ണമായി വീഡിയോയിൽ കാണാൻ കഴിയും. അതുകൊണ്ടാണ് വീഡിയോ ഇടുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഓഫ്ലൈൻ ഇങ്ങനെ കാണിച്ച് കൊടുക്കാറ്. കാണിക്കുമ്പോൾ ഈ പ്രശ്നങ്ങളാണ്. നിങ്ങൾക്ക് വന്ന് പറ്റും, പിന്നെ വീട്ടിലെ പെരക്കാർക്ക് വന്ന് പറ്റും, പിന്നെ ആരെങ്കിലും വരുമ്പോൾ ഇത് പറ്റൂല. മറ്റേ പെണ്ണ് കാണാൻ വരുന്ന മാതിരി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ മൊത്തം കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് വീടിന്റെ അകത്ത് നോക്കുന്നേ. ഇത് പുറം ഭാഗം കേട്ടോ. ആ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണിക്കുന്നത്. അത് വന്ന വൈതാണ്. നമ്മൾ വീടിന്റെ ഈ മേൽഭാഗം നോക്കട്ടോ. ഇവിടെ കയറിയിട്ട് ഈ വഴി അങ്ങനെ പോകുന്നുണ്ട് ഒരു റോട്ടിക്ക്, മറ്റു റോട്ടിക്ക്. ഇതാണ് മേൽഭാഗം. ഇതെങ്ങനെ ഇവിടെ നോക്കിയാൽ ഇത് കിട്ടുള്ളൂ. അടുത്ത വീടുകളൊക്കെ ഉണ്ടോ? അടുത്തൊരു വീടുണ്ട്, ആ ഭാഗത്ത് വീടുണ്ട്. ഈ ഭാഗത്തേക്ക് വീടില്ല. അതിന്റെ ഈ സൈഡിലേക്ക്, ഈ വൈൻ്റെ സൈഡിലേക്ക് വീട് കമ്മിയാണ്, വീടില്ല. വീടിന്റെ മേൽഭാഗം കമ്പിയാണ്, കമ്പി പട്ടയാണ്. ഒരു പേടിയും പേടിക്കണ്ട നിങ്ങള്. നിങ്ങളെ ഒരു വീട് എടുത്താൽ ഒരു 10-15 ഉറുപ്പ്യന്റെ ഒരു പെയിന്റ് നടത്തിയാൽ നിങ്ങൾ താമസം മാറ്റിയാൽ മതി. വേറെ ഒന്നും നോക്കണ്ട. പിന്നെ നിങ്ങൾ പൈസ ഉണ്ടാകുമ്പോൾ വേറെ സ്ഥലം എടുത്ത് വീട് കയറ്റോളം ഇത് സുഖമായിട്ട് ജീവിക്കാം. റോഡില്ല എന്ന കാരണം മാത്രമുള്ളൂ. അപ്പൊ റോഡിന്റെ സ്ഥലത്തേക്ക് വീട് കയറ്റാം, താമസിച്ചാൽ മതി. റോഡ് അഥവാ റോഡ് കിട്ടിയാലോ ഇത് മതി. പക്ഷെ റോഡിനെ പറ്റി ഒന്നും പറയാൻ പറ്റില്ല. അതൊക്കെ ഇത് വാങ്ങേണ്ട ആളുകളുടെ മനസ്സ് നല്ലതാണെങ്കിൽ എക്സ്പ്രസ് ഹൈവേ വരെ വരുന്നുണ്ട്. ഇല്ലെങ്കിലോ ഒരു സൈക്കിൾ വരെ കൊണ്ടുപോകാൻ പറ്റൂല. അതേനുള്ളൂ. പിന്നെ ഇതാണ് വീടിന്റെ ഉൾഭാഗങ്ങൾ നോക്കാട്ടോ. നമ്മളെ സിറ്റ് ഔട്ട് അത്. അതിന്റെ മേലത്തെ ഓട് കമ്പി പട്ടൊക്കെ നോക്കാട്ടോ. ചെറിയ സിറ്റ് ഔട്ട് ഉണ്ട്, ആർക്കും വന്നിരിക്കാം. ഓടില്ല എന്ന കാരണം മാത്രം. അടി കാവ്യാട്ടോ, അടി കാവ്യാണ്. ഇതാണ് ഉൾഭാഗം. ഇവിടെ ഒരു എൻട്രി ആളുണ്ട്. നമുക്ക് ലിവിംഗ് റൂം എന്ന് പറയാം, അല്ലെങ്കിൽ ഡൈനിങ് ഹാള് പറയാം, എന്തും പറയാം. പഴയ വീടല്ലേ, ചെറിയ ആള്. ആളിന്റെ രൂപം ചുമരൊക്കെ നോക്കി. ചുമരൊന്നും ഇവിടെ വിളിച്ചൊന്നുമില്ല കേട്ടോ. ചില വീടൊക്കെ പഴങ്ങിയാല് എല്ലോ വിളിക്കും. ഇത് വിളിച്ചൊന്നുമില്ല. ഇത് വിള്ളാക്കാൻ കാരണം എന്താണ്? ഇത് മണ്ണിലാണ്, സിമന്റ് മണ്ണിൽ, ഈ കല്ല് മണ്ണിലാണ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ മണ്ണിൽ പഠിച്ചാല് അങ്ങനെ വിള്ളൂല. അതായിരിക്കും. നമുക്ക് നോക്കാം, അകം നോക്കി അറിയാലോ. സിമന്റ് ആശയ്ക്ക് വിണ്ടിക്കും, വിള്ളിച്ചൊന്നും എവിടെയില്ല, മണ്ണിലായോണ്ട്. പടവ് മണ്ണിലാ. ഇവിടെ കരണ്ട് ഉണ്ട്. ഇതൊരു റൂമാട്ടോ. ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. 2 ബെഡ്റൂമാണ് ഈ വീടിന് ആകല്ലേ. സ്വിച്ച് ബോർഡ് ഉണ്ട്, പിന്നെന്തൊക്കെ പറ്റിയിട്ട്. പിന്നെ ഈ ഭാഗത്ത് റൂമുണ്ട്. ഇങ്ങനെ 2 ബെഡ്റൂമാണ് ഈ വീട്ടില്.
പിന്നെ മുകൾ ഭാഗം കാണിക്കുന്നുണ്ട്. എന്തോ മുകൾ ഭാഗം കണ്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടില്ല. അപ്പൊ ഇത് കണ്ട് ശരിയാക്കി വന്നാൽ മതി. അടി കാവ്യാണ്. ഇവിടെ ബെഡ്റൂം ഉണ്ട്. അത് കഴിഞ്ഞാൽ ചെറിയ കിച്ചണാണ്. ഈ കിച്ചൺ ഉണ്ട്. ഇതാണ് ആ കിച്ചന്റെ ഭാഗം കേട്ടോ. ചെറിയ എന്ത് ആള് കഴിഞ്ഞാൽ അവിടെ സിങ്ക് ഉണ്ട്. സാധാരണ നോർമൽ അടുപ്പുണ്ട്. ചിമ്മിനിക്കൂടില്ല, പുകടപ്പല്ല. പിന്നെ ഇത് സ്റ്റോർ റൂമാണ്. സ്റ്റോർ റൂം കണ്ടാൽ അറിയാം, തേച്ചിട്ടില്ല. നമുക്ക് സ്റ്റോർ റൂമേ ഉപയോഗിക്കാം. പിന്നെ ഇതിനൊരു അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല കേട്ടോ. പുറത്താണ് ബാത്റൂം. പഴയ വീട്ടിലൊക്കെ പുറത്താണ് ബാത്റൂം ഉണ്ടാകുക. അപ്പൊ ശ്രദ്ധിക്കുക, അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിലപ്പോൾ ഈ സ്റ്റോർ റൂമിന്റെ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാകാൻ കഴിയും. ആ ബെഡ്റൂമൊക്കെ കഴിയാണ്ട് സ്റ്റോർ റൂം പകുതിയാക്കിയാൽ മതി. അങ്ങനൊക്കെ കഴിയും വേണമെങ്കിൽ. അതിന് ആവശ്യമില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇനി ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യേക്കാം ഈ വീഡിയോ. കാരണം ഈ വീഡിയോ അങ്ങനെ കാണുമ്പോൾ ഒരുപാട് സമയം പിടിക്കുന്നുണ്ടല്ലോ. പിന്നെ എൻ്റെ പ്രസംഗം വേണ്ടല്ലോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ടാൽ, ഈ വീട് നിൽക്കുന്ന സ്ഥലം മലപ്പുറം ജില്ല മഞ്ചേരി ടൗണിൽ നിന്ന് ആനക്കം വഴി 10-12 കിലോമീറ്റർ പോകണം. ഈ മലപ്പുറത്തിനും ഏകദേശം 10-15 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. പന്തല്ലൂർ കടമ്പോട് തെക്കുംപാട് ഭാഗത്താണ്, പന്തല്ലൂർ ഭാഗത്താണ്. ബസ് റൂട്ടിലെ സ്ഥലമാണ്. ബസ് റൂട്ടിന് ഓട്ടോറിക്ഷ എപ്പോഴും ഉണ്ടാവും. മിനിമം പോയിന്റ് ഓട്ടോറിക്ഷയ്ക്ക് എത്തും. പിന്നെ ഇതിന്റെ അടുത്തുകൂടെ ബസ് പോകുന്നുണ്ട്. ആ സമയം എത്തിക്കുന്ന അറിയില്ല. എല്ലാ ടൈമും ഇല്ല. ഓട്ടോറിക്ഷ മിനിമം കൂലിയിൽ ബസ് പോകുന്നുണ്ട്. ആ ബസ്സിന് 10-15 മിനിറ്റ് ഗ്യാപ്പിൽ ബസ് ഉണ്ട്. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോ വീണ്ടും കാണാം.